ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനീസ് കിച്ചൺ മെമ്മറീസ്. മൈക്രോഗ്രീൻസ് മറ്റ് ഇലക്കറികളേക്കാൾ പോഷകസമൃദ്ധമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിത്ത് മുളച്ചു വരുന്ന വളരെ ചെറിയ തൈകളാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. 2 ചെറിയ ബീജപത്രങ്ങളും നീളം കുറഞ്ഞ 2 തണ്ടും തളിരിലകളും ചേർന്നതാണ് ഈ പറയുന്ന മൈക്രോഗ്രീനുകൾ. ഇതിനെ പോഷകങ്ങളുടെ അത്ഭുത കലവറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. സാധാരണ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നതിന് മണ്ണ് അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്ക് മണ്ണ് ലഭിക്കാത്തതിനാൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ മണ്ണിൻ്റെ സഹായമില്ലാതെ ബാൽക്കണിയിലെ അല്പം സ്ഥലത്ത് പ്രായോഗികമായി വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീനുകൾ. കീടനാശിനികളോ മറ്റു വളങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്കാവശ്യമായ ഇലക്കറികൾ നമ്മുടെ അടുക്കളയിലോ ബാൽക്കണിയിലോ നമുക്ക് വളർത്തിയെടുക്കാം. പച്ചക്കറികളിലെ പുതിയ താരമായ മൈക്രോഗ്രീനുകൾ വിത്ത് മുളച്ച് 15 ദിവസത്തിനു ശേഷം കറി വെച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഉപയോഗിക്കാവുന്നതാണ്. കീടനാശിനികൾ ഉപയോഗിക്കാത്തതിനാൽ സാധാരണ ഇലക്കറികളേക്കാൾ 10 ഇരട്ടി ഗുണങ്ങളാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ലഭിക്കുന്നത്. മൈക്രോഗ്രീനുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ മൈക്രോഗ്രീനുകൾ വളർത്തിയെടുക്കേണ്ട രീതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പോഷകങ്ങളുടെ കലവറയായ മൈക്രോഗ്രീനുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, വിറ്റാമിൻ കെ, അയൺ, ഫോളിക് ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. മൈക്രോഗ്രീനുകളിൽ കലോറി തീരെ കുറവാണ്. 8 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാവുന്നതാണ് ഇത്തരം മൈക്രോഗ്രീനുകൾ. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഓരോ സമയത്തും ലഭിക്കേണ്ട പോഷകങ്ങളെല്ലാം ഈ മൈക്രോഗ്രീൻ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം മികച്ചതാണ് മൈക്രോഗ്രീനുകൾ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന ബ്ലോക്കുകൾ എന്നീ അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീൻ ഇലക്കറികൾ. മൈക്രോഗ്രീനുകൾ കഴിക്കുന്നതിലൂടെ പുരുഷന്മാർക്ക് വരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ തടയുന്നതിന് സഹായിക്കുന്നു. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് കലവറയാണ് ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. മൈക്രോഗ്രീനുകൾ ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്നത് കൊണ്ട് എത്ര വലിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിഷ്പ്രയാസം മാറുന്നതിന് മൈക്രോഗ്രീനുകൾ സഹായിക്കുന്നു. ദഹന പ്രക്രിയയെ അനായാസമാക്കുന്നതിന് സ്ഥിരമായി മൈക്രോഗ്രീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹം എന്ന രോഗത്തിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീനുകൾ. ദിവസവും മൈക്രോഗ്രീനുകൾ ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാകുന്നതിന് മൈക്രോഗ്രീനുകൾ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീനുകൾ. ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും പക്ഷാഘാതം പോലുള്ള അവസ്ഥകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് മൈക്രോഗ്രീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീനുകൾ. പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ ഇല്ലാതാക്കി എത്ര കൂടിയ ബിപിയും നോർമലാക്കുന്നതിന് മൈക്രോഗ്രീനുകളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ സഹായിക്കുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ കലവറയായ ഈ മൈക്രോഗ്രീനുകൾ ഒഴിവാക്കാതെ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അമിതവണ്ണം, കുടവയറുള്ളവർക്കും മൈക്രോഗ്രീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം അത്ഭുത ഗുണങ്ങളുള്ള മൈക്രോഗ്രീനുകൾ വളർത്തിയെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണ്ടേ? മൈക്രോഗ്രീനുകൾ വളർത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ മറ്റു പച്ചക്കറികളും ഇലക്കറികളും വളർത്തുന്നത് പോലെ മണ്ണിലല്ല ഇത് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വേരടക്കം നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. കടല, ചെറുപയർ, ഉലുവ, ഗോതമ്പ്, പയർ, കടുക്, ചീരവിത്ത് എന്നിവയൊക്കെ മൈക്രോഗ്രീനുകളായി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വീടിനുള്ളിൽ തന്നെ സൂര്യപ്രകാശം ഒരുവിധം ലഭിക്കുന്നിടത്ത് വേണം ഇത് വളർത്തിയെടുക്കാൻ. വിത്തുകൾ സാധാരണ രീതിയിൽ മുളപ്പിച്ചെടുക്കണം. അതായത് വിത്തുകൾ നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ ഈ വിത്തുകളെല്ലാം മുളയ്ക്കുന്നതായിരിക്കും. ഈ മുള വരുന്നതിനെയാണ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. ഈ സ്പ്രൗട്ട് ചെയ്ത പയർവർഗ്ഗങ്ങൾ നമുക്ക് വേവിച്ച് കഴിക്കാം. എന്നാൽ പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഈ സ്പ്രൗട്ട് അല്പം കൂടി വളർത്തി ഇലകൾ വരുന്നതിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ഈ സ്പ്രൗട്ട് വളർത്താനായി ഒരു ട്രേയിൽ 3 ലെയർ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അല്പം വെള്ളം ഈ ടിഷ്യൂ പേപ്പറിലേക്ക് തളിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മുളപ്പിച്ച് വെച്ച പയർവർഗ്ഗങ്ങൾ നിരത്തിയിടണം. ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പറോ നനവുള്ള ചാക്കോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്.
ഇത് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം വയ്ക്കാൻ. ആദ്യത്തെ 10 ദിവസം 4-5 മണിക്കൂർ നല്ലതുപോലെ വെയിൽ കൊള്ളിക്കണം. വെള്ളം മുഴുവൻ വറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം. പിന്നീട് ബാൽക്കണിയിലോ അടുക്കള ഭാഗത്തോ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് 3 നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നനവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോഗ്രീനുകൾ വളരുകയുള്ളൂ. ഒരു ചെടിയുടെ 4 അവസ്ഥകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളുമെല്ലാം ലഭിക്കുന്ന സ്റ്റേജാണ് മൈക്രോഗ്രീനുകൾ. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളർച്ച പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ഇതിൽ കൂടുതലായിരിക്കും. ചെറിയ തൈകളായി വന്നതിന് ശേഷം ഈ മൈക്രോഗ്രീനുകൾ നമുക്ക് കറി വെച്ചോ സാലഡ് ഉണ്ടാക്കിയോ കഴിക്കാവുന്നതാണ്. ചെറിയ തൈകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ മൈക്രോഗ്രീനുകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിലുമപ്പുറം പോഷക ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് മൈക്രോഗ്രീനുകൾ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സിനീസ് കിച്ചൺ മെമ്മറീസ് എന്ന നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമായിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സിനീസ് കിച്ചൺ മെമ്മറീസ്.